എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 119 സങ്കീർത്തനം 25, 26 എന്നീ തിരുവെഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട് പൊടിയിൽ വീണ പ്രാണനും വചനത്താൽ ഉണരുന്ന ജീവനും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ദൈവവചനത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ആയിരക്കണക്കിന് സംവത്സരങ്ങൾക്കിപ്പുറം മനുഷ്യൻ്റെ ആത്മാവിനെ പിടിച്ചുലയ്ക്കുന്ന അല്ലെങ്കിൽ തകർന്നുപോയ മൺപാത്രങ്ങളെ പോലെ ചിതറിപ്പോയ മനുഷ്യഹൃദയങ്ങളെ തുന്നിച്ചേർക്കുന്ന ഒരു ദിവ്യ ഔഷധമാണ് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങൾ. ഇന്ന് നാം ചിന്തിക്കാൻ പോകുന്നത് സങ്കീർത്തനങ്ങളുടെ രാജപാതയിലെ ഏറ്റവും മനോഹരമായ എന്നാൽ ഒത്തിരി വേദന നിറഞ്ഞ ഒരു ഭാഗത്തെക്കുറിച്ചാണ്. 119 സങ്കീർത്തനം 25, 26 വാക്യങ്ങൾ. എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു, തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി, നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. ഇതൊരു സാധാരണ പ്രാർത്ഥനയല്ല, മറിച്ച് അസ്തിത്വ ദുഃഖത്തിൻ്റെ ആഴങ്ങളിൽ കിടക്കുന്ന ഒരു ഭക്തൻ്റെ നിലവിളിയാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ തീർന്നു പോയി, ഞാൻ മണ്ണോട് ചേർന്നു പോയി എന്ന് തോന്നിയിട്ടുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ഈ സങ്കീർത്തനത്തിലെ വചനങ്ങൾ. പൊടിയോട് പറ്റുന്ന പ്രാണൻ. പ്രിയരെ, എന്താണ് സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്? എൻ്റെ പ്രാണൻ പൊടിയോട് പറ്റിയിരിക്കുന്നു. ഇവിടെ പൊടി എന്നത് കേവലം മണ്ണല്ല, അത് മരണത്തിൻ്റെ പ്രതീകമാണ്, നിരാശയുടെ പ്രതീകമാണ്, അപമാനത്തിൻ്റെ പ്രതീകമാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നാം താഴേക്ക് നോക്കിയിട്ടുണ്ടാകാം. മുഖമുയർത്താൻ കഴിയാത്ത വിധം ഭാരങ്ങൾ നമ്മെ താഴേക്ക് വലിക്കുന്നുണ്ടാകാം. രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ഉറ്റവരുടെ വിയോഗം, അല്ലെങ്കിൽ ആരും കാണാത്ത പാപത്തിൻ്റെ ഭാരം, ഇവയെല്ലാം നമ്മെ പൊടിയിലേക്ക് വലിച്ചടിപ്പിക്കുന്ന മുഖാന്തരങ്ങളാണ്. പൊടിയോട് പറ്റിയിരിക്കുന്നു എന്ന പ്രയോഗത്തിലെ പറ്റിയിരിക്കുന്നു എന്ന വാക്ക് ശ്രദ്ധിക്കുക. വിട്ടുപോരാൻ കഴിയാത്ത വിധം ഒരു കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ഈ ലോകത്തിൻ്റെ ദുഃഖങ്ങൾ നമ്മെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന അവസ്ഥ. എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം വീണ്ടും വീണ്ടും അതേ പൊടിയിലേക്ക് നാം വീണു പോകുന്ന ആത്മീയമായ മരവിപ്പിൻ്റെയും നിസ്സഹായതയുടെ പരകോടിയാണിത്. ഒരു പക്ഷേ ഇന്ന് ഈ വചനം കേൾക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും ആരും കാണാതെ ഈ പൊടിയിൽ കിടന്ന് കരയുന്ന സാഹചര്യമുള്ളവരാകാം. എന്നാൽ ദൈവവചനത്താൽ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വാക്യം ഒരു വലിയ പ്രതീക്ഷയുടെ കിരണം നമ്മിൽ പ്രകാശിപ്പിക്കുകയാണ്. തിരുവചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. ഇവിടെ ഭക്തൻ ചോദിക്കുന്നത് സമ്പത്തോ സ്ഥാനമാനങ്ങളോ ശത്രുക്കളുടെ നാശമോ അല്ല, മറിച്ച് ജീവനാണ്. മരിച്ചുപോയ മരണകരമായൊരു സാഹചര്യത്തിൽ നിന്നും തിരികെ ജീവനിലേക്ക് മടങ്ങി വരുവാനുള്ള ആത്മാർത്ഥമായ ആത്മാവിൻ്റെ ദാഹത്തോടെയുള്ള പ്രാർത്ഥന. വീണ്ടും ജീവൻ വയ്ക്കണം. അതിനുള്ള മരുന്ന് എന്താണ്? അത് തീർച്ചയായും ദൈവത്തിൻ്റെ വചനമാണ്. നിന്റെ വചനം, പ്രിയരെ, ദൈവത്തിൻ്റെ വചനം വെറുമൊരു പുസ്തകത്താളിലെ അക്ഷരങ്ങളല്ല, അത് ജീവന്റെ ശ്വാസമാണ്. ഉൽപ്പത്തിയിൽ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ മെനഞ്ഞിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് നാം വായിക്കുന്നു. അതേ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. പൊടിയിൽ കിടക്കുന്ന മനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ വചനം കടന്നു വരുമ്പോൾ അതവനെ വീണ്ടും ഒരു പുതു മനുഷ്യനായി, പുതു ജീവനായി, പുതു സൃഷ്ടിയായി മാറ്റുന്ന അനുഭവമാണ്. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ
എന്തു തന്നെയാകട്ടെ എന്നെ ജീവിപ്പിക്കണമേ എന്നൊരാത്മാർത്ഥമായ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്നും ദൈവസന്നിധിയിൽ പകരുവാൻ തയ്യാറാണെങ്കിൽ വചനപ്രകാരം എന്ന വാക്ക് ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. കർത്താവേ, നിന്റെ വാഗ്ദത്ത പ്രകാരം, നിന്റെ വചനപ്രകാരം എന്നെ ഒന്ന് ജീവിപ്പിക്കണമേ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, എത്ര വേദനാജനകമായ അനുഭവത്തിലും, എത്ര ഉയരുവാൻ കഴിയാത്ത സാഹചര്യത്തിലും ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്കൊരു എഴുന്നേൽപ്പുണ്ട്, നമുക്കൊരു ഉയർച്ചയുണ്ട്, നമുക്കൊരു മടങ്ങി വരവുണ്ട്. ഇനിയും 26-ാം വാക്യത്തിലേക്ക് വരാം. എൻ്റെ വഴികളെ ഞാൻ വിവരിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരുളി. ഇവിടെയാണ് സൗഖ്യത്തിൻ്റെ പ്രായോഗികമായ വശം നാം കാണുന്നത്. ദൈവം നമ്മെ ജീവിപ്പിക്കണമെങ്കിൽ നാം നമ്മുടെ വഴികളെ വിവരിക്കണം. എന്താണ് ഈ വഴികൾ? നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്ന ഭയം, നിരാശ, തെറ്റുകൾ, ദൈവഹിതമില്ലാത്ത പ്രവൃത്തികൾ, ഇവയൊക്കെയും ദൈവത്തോട് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് യാതൊന്നും മറച്ചു വയ്ക്കാൻ കഴിയുകയില്ലല്ലോ. തുറന്ന മനസ്സോടെ, ആത്മാർത്ഥതയോടെ, ഹൃദയം തുറന്ന് ഒരു ഏറ്റുപറച്ചിൽ, കർത്താവേ, ഞാൻ കടന്നുപോയ ആ വഴികൾ, ഇന്നലത്തെ എൻ്റെ ജീവിതം, അത് ദൈവസന്നിധിയിൽ പൂർണ്ണമായും യോഗ്യമായിരുന്നില്ലല്ലോ. ദൈവത്തെ മറന്നും വചനമനുസരിക്കാതെയും കടന്നുപോയ പാതകൾ, അതെല്ലാം ദൈവത്തോട് തുറന്ന് പറയുന്ന ഒരനുഭവം. ദൈവത്തോടൊന്നും ഒളിച്ചു വെക്കാതെ ഒരു സുതാര്യമായ ഹൃദയം. നാം എപ്പോഴാണ് നമ്മുടെ കുറവുകളെ ദൈവത്തോട് ഏറ്റുപറയുന്നത്, അപ്പോൾ അവൻ നമുക്ക് ഉത്തരമരുളുന്നു. ആ ഉത്തരം ചിലപ്പോൾ ഒരു വലിയ സമാധാനം നമുക്ക് കൊണ്ടുവരാം. ആ ഉത്തരം നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാം. ആ ഉത്തരം നമുക്ക് ഒരു വലിയ തിരിച്ചറിവ് നൽകുന്നതായി മാറാം. ദൈവം മൗനമായിരിക്കുന്ന ദൈവമല്ല, മറിച്ച് മറുപടി നൽകുന്ന ദൈവമാണ്. പക്ഷേ ആ മറുപടി കേൾക്കണമെങ്കിൽ നാം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നേ മതിയാകത്തുള്ളൂ. കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ നടക്കുന്ന വഴികൾ എന്ന് പറയാനുള്ളൊരു ധൈര്യം നാം ദൈവസന്നിധിയിൽ കാണിക്കണം. ആ വചനം അവസാനിക്കുന്നത് ഒരു വലിയ ശിഷ്യത്വത്തിനായുള്ള ദാഹത്തോടു കൂടിയാണ്, ഒരു വലിയ അപേക്ഷയോടു കൂടിയാണ്. നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ, നിന്റെ കൽപ്പനകൾ, നിന്റെ വചനം എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണമേ എന്നാണ്. ശ്രദ്ധിക്കുക, സങ്കീർത്തനക്കാരൻ ആവശ്യപ്പെടുന്നത് അത്ഭുതങ്ങളല്ല, മറിച്ചൊരു പഠനമാണ്. കഷ്ടതയുടെ വഴികളിലൂടെ കടന്നുപോയപ്പോൾ, പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയപ്പോൾ, വേദനാജനകമായ അനുഭവങ്ങളുടെ കടന്നുപോയപ്പോൾ തൻ്റെ ജീവിത അനുഭവം പഠിപ്പിച്ച കുറേ കാര്യങ്ങൾ, അതിലെവിടെയൊക്കെയോ പരാജയം വന്നു എന്ന ആ വലിയ ബോധ്യം, ആ ഒരു അറിവ്, ആ തിരിച്ചറിവ് തൻ്റെ പ്രാർത്ഥനയിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: ആ കൽപ്പനകൾ, ആ തിരുവെടുത്ത് എന്നെ ഒന്ന് പഠിപ്പിച്ചു തരണമേ. ജീവിതത്തിൽ നന്നായി മുൻപോട്ട് പോകുവാൻ, വിശ്വാസ ജീവിതം ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ, പലവിധമാകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ അതിനെ പരിഹരിച്ച് ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നേറുവാനുള്ള ഒരാഗ്രഹം. ഇനിയും ആ പഴയ വഴിയിലേക്ക് തിരിച്ചു പോകാനല്ല, ഇനിയും ആ പൊടിയിലേക്ക് വീണു പോകാതിരിക്കാൻ, ഇനിയും ആ തകർച്ചയിലേക്ക് വീണു പോകാതിരിക്കാൻ, ഇനിയും ആ മരണകരമായ അവസ്ഥയിലേക്ക് വീണു പോകാതിരിക്കാൻ, കർത്താവേ, നിന്റെ ചട്ടങ്ങൾ എന്നെ ഒന്ന് പഠിപ്പിക്കണം. തീർച്ചയായും ഇതാണൊരു യാഥാർത്ഥ്യ ക്രിസ്തീയ ജീവിതം. ഒരു ശിക്ഷത്വമുള്ള ദൈവവചനത്തെ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന അനുഗ്രഹമേറിയ ഒരു ജീവിതം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ,
ഈ വചനം കേൾക്കുമ്പോൾ നാം എവിടെയാണ് നിൽക്കുന്നത്? പൊടിയിൽ വീണ അവസ്ഥയാണോ? അതോ വചനത്തിൻ്റെ ചിറകിലേറി പറക്കുന്ന അനുഭവമാണോ? നിങ്ങളുടെ പ്രാണനെന്ന് തളർന്നിരിക്കുകയാണെങ്കിൽ, നിരാശയുടെ പൊടിയിൽ വീണുപോയ ഒരു വ്യക്തിയാണെങ്കിൽ ഭാരപ്പെടേണ്ട, സഹായിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുന്നൊരു ദൈവമുണ്ട്. തൻ്റെ വചനത്താൽ നമ്മെ ജീവിപ്പിച്ച് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാമോ? കർത്താവേ, എൻ്റെ എല്ലാ വഴികളിലും ഞാൻ അങ്ങയോട് തുറന്നു പറയുകയാണ്. എൻ്റെ എല്ലാ വീഴ്ചകളും ഞാൻ തുറന്നു പറയുകയാണ്. എൻ്റെ പരാജയങ്ങൾ ഞാൻ തുറന്നു പറയുകയാണ്. ആ വചനപ്രകാരം എന്നെ ജീവനിലേക്ക് നടത്തണമേ. പൊടിയിൽ നിന്നും അങ്ങനെ എഴുന്നേൽപ്പിച്ച് അവിടുത്തെ ചട്ടങ്ങൾ പഠിച്ചു മുന്നേറുവാൻ ശക്തനാക്കണമേ എന്നാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയാണെങ്കിൽ തീർച്ചയായും ദൈവം ഈ ദിവസങ്ങളിൽ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുവാനിടയാകും. ആ തകർച്ചയിൽ നിന്നും കരകയറ്റുവാനിടയാകും. ഒരു സുസ്ഥിരമായ പാതയിലൂടെ കർത്താവ് ദൈവവചനങ്ങളെ ഉപദേശിച്ചു തന്ന് ചട്ടങ്ങളെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ച് ജീവിതത്തിൽ മുന്നേറുവാൻ കൃപ നൽകി മുമ്പോട്ട് നയിക്കുവാനുള്ള എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും നൽകി ദൈവം പരിപാലിച്ച് നടത്തുവാനിടയായിത്തീരും. ഈ ദൈവവചനങ്ങളാൽ കേൾവിക്കാരായ സകല പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.